ഓക്കെ, അപ്പം ചേച്ചിക്ക് ടെസ്റ്റിനുള്ള ക്ലാസ്സാണ് ഞാൻ തരുന്നത്. അപ്പോൾ ടെസ്റ്റ് എങ്ങനെയാണോ ചേച്ചി അറ്റൻഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ സീരിയസ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ വാഹനം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടേക്ക് പോകണം. ഏതൊരു ടെസ്റ്റ് വാഹനത്തിനും ഹാൻഡ് ബ്രേക്ക് വലിച്ച് ന്യൂട്രലായിരിക്കും വണ്ടി ഉണ്ടായിരിക്കുക. നിങ്ങൾ കയറിയ പാട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടണം. ഇത് രണ്ടും ചേച്ചി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാനുള്ളൊരു സെറ്റപ്പിലായി. വെച്ചുകൊട്ടി ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഇനിയിപ്പോൾ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യണം? റൈറ്റിലോട്ടാണ് എടുക്കേണ്ടത്, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട്. ഓക്കെ, നേരെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടേ. അവിടെയാണ് ഫസ്റ്റ് ഗിയർ. ഓക്കെ, നേരെ ഹാൻഡ് ബ്രേക്കിലോട്ട് അടുത്ത് കൈ വരണം. ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വലിച്ച് താഴത്തേക്ക്. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്ത നോട്ടം ആ മിററിലോട്ട് വരണം, ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്നുള്ളതിന്. ഓക്കെ, ഇനി മെല്ലെ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്യുക. ഒറ്റയടിക്ക് എടുത്ത് പോരുത്, മെല്ലെ മെല്ലെ. കണ്ടോ വണ്ടി വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, മെല്ലെ മെല്ലെ ക്ലച്ച് റിലീസ്, ക്ലച്ച് ഒട്ടിക്ക്. ഓക്കെ, മെല്ലെ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്ത് ബ്രേക്കിൽ കാല് വെക്കുന്നുണ്ടോ? പോകേണ്ട വണ്ടി ബ്രേക്കിൽ കാല് വെച്ച് നിർത്തരുത്. ഓക്കെ, മെല്ലെ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിനുള്ള പ്രാക്ടീസ്, അതായത് ടെസ്റ്റ് എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യേണ്ടത് ആ രീതിക്ക്. ആ മിററിൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഓക്കെ, ഇൻഡിക്കേറ്റർ ഓഫ് ആക്കിക്ക്. ഈ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. ജസ്റ്റ് ഇനി നേരെ എന്ത് ചെയ്യുക? സെക്കൻഡിലോട്ട് ഇട്ട് കൊടുക്കുക. സെക്കൻഡ് എവിടെയാണ്? ഓക്കെ, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്തിട്ട് ആക്സിലേറ്റർ കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പോസിറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൈഡിലും പോകുന്നുണ്ട്. അപ്പോൾ ഒരു മിതമായ സ്പീഡിൽ, ഒരു 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ ടെസ്റ്റിൻ്റെ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ലൈസൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്പീഡ് വേണമെങ്കിലും പോവാം കേട്ടോ. ജസ്റ്റ് ഇങ്ങോട്ട് ഓടിച്ചു കൊടുത്തും എല്ലാം ഒടിഞ്ഞു വന്നേ, വണ്ടി ഇറങ്ങിപ്പോകരുത്. ഇങ്ങോട്ട് വന്നോ, നേരെയാക്കിയിട്ട് ആക്സിലേറ്റർ. ഇങ്ങനെ ഗിയർ മാറിക്കോ, ക്ലച്ച് വിട്ട് ഏട്. ഓക്കെ, ഏടുന്ന് മെല്ലെ കാലെടുത്ത് മെല്ലെ ആക്സിലേറ്റർ. സ്ലോ ചെയ്തേ, ഒരു കുഴിയുണ്ട്, മെല്ലെ ക്ലച്ച് ഒട്ടിക്കുക, മെല്ലെ ബ്രേക്കിലോട്ട് കാല് വെച്ച് ചവിട്ടി നിർത്തരുത്. ആ കുഴി ഇറങ്ങി നിർത്താൻ പാകത്തിന് ചവിട്ടരുത്. ഓക്കെ, മെല്ലെ മെല്ലെ. അപ്പം ഞാൻ ഗിയർ മാറിയിട്ട് ഫസ്റ്റിലോട്ട് ഇടുക. എന്തിനാണ് വണ്ടി ചവിട്ടി നിർത്തുന്നത്? ആ കുഴി മെല്ലെ ചാടിച്ചെറുക്ക്. ഓക്കെ, മെല്ലെ കണ്ടോ? അപ്പോൾ വണ്ടി മെല്ലെ മെല്ലെ ചാടി പോകുന്നുണ്ടോ? ഓക്കെ, ഇനി മെല്ലെ സൈഡിലോട്ട് ഓടിച്ച് കണ്ടോ? അതിന് നേരെയല്ലേ പോകുന്നത്? കണ്ടോ? ഓക്കെ, ഇനി മെല്ലെ ക്ലച്ച് വിട്ട് സെക്കൻഡിലോട്ട് ഇട്ടേ. ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളൊരു കുഴി ചാടുന്ന സമയത്ത് ക്ലച്ച് ബ്രേക്ക് മെല്ലെ അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങി പോവുക. അപ്പോൾ അതിലങ്ങ് പോയിക്കോളും. ഓക്കെ, ഇപ്പം പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. നിങ്ങൾ അത്യാവശ്യം ട്രെയിൻഡ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മെല്ലെ ക്ലച്ച് ഒട്ടിക്കുക, മെല്ലെ ക്ലച്ച് തന്നെ ഇറങ്ങിപ്പോയിക്കോട്ടെ വണ്ടി. ഓക്കെ, മെല്ലെ ക്ലച്ച് നല്ല പിന്നെ ആക്സിലേറ്റർ കൊടുത്തു. കണ്ടോ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല, വളരെ സിമ്പിളായിട്ട് വണ്ടി ഇറങ്ങിപ്പോയി. പിന്നെ ബ്രേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് അനാവശ്യമായിട്ട് എവിടെ എന്ത് ചെയ്യരുത്? അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഈ വാഹനം ഏത് ഗിയറിലാണ് പോണേ? ഓക്കെ, ഗിയർ ഷിഫ്റ്റ് ചെയ്തോളൂ. ക്ലച്ച് ഓട്ടിക്ക്. ഓക്കെ, ഇപ്പം അയാൾ റോങ് സൈഡ്, നമ്മുടെ സൈഡ് കൂടിയാണ് വരുന്നത്. ഓക്കെ, സെക്കൻഡിലോട്ടിട്ട്. ഓക്കെ, നല്ല ക്ലച്ച് ഒട്ടിക്ക്. ഇത് സെക്കൻഡ് ആണോ? ഓക്കെ, ആ സെക്കൻഡ് എവിടെയാ? മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഗിയർ എപ്പോഴും നിങ്ങളുടെ കോ ഡ്രൈവറായി എൻ്റെ കാലിനോട് ചേർന്ന് പുറകോട്ട് വരുമ്പോഴാണ് സെക്കൻഡ് വരുന്നത്. ഓക്കെ, മെല്ലെ മെല്ലെ റിലീസ് ചെയ്ത് നോക്കി. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഗിയർ പാറ്റേൺ നിങ്ങൾ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗിയർ പാറ്റേൺ വന്നിട്ടുണ്ട്, ബ്രേക്കിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. വെച്ച് മെല്ലെ മെല്ലെ ബ്രേക്കോട്ട് ഇറങ്ങിക്ക്. മെല്ലെ ആക്സിലേറ്റർ കൊടുത്ത്. ഓക്കെ, ക്ലച്ച് വിട്ട് തേയിലോട്ട് ഇട്ടു. ഓക്കെ, ആക്സിലേറ്ററിൽ കാല് വെക്കരുത് കേട്ടോ. ആക്സിലേറ്റർ കാല് വെക്കുന്നതിനാ വണ്ടി മുന്നോട്ട് പോകാനല്ലേ. ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഒരിക്കലും ആക്സിലേറ്റർ കാല് വെക്കരുത്.
കണ്ടോ ശരി ഒടിഞ്ഞ് കഴിഞ്ഞ് ക്ലച്ച് ഒട്ടിക്ക് പെട്ടലോട്ടിട്ടെ. ഓക്കെ നല്ല പോയാൽ മതി കേട്ടോ, നമുക്ക് ബാലൻസ് ആവണേ. ഓക്കെ ഒന്ന് സ്പീഡാക്കിക്കേ വണ്ടി ഒന്ന് സ്പീഡാക്കി തേയിലോട്ടിട്ടെ. ഓക്കെ നല്ല ക്ലച്ച് നല്ല ബാക്ക് സൈഡിൽ പുറത്തിട്ടെ. വെരി ഗുഡ്. അങ്ങനെ സ്ലോ ചെയ്യുമ്പോൾ നല്ലതാണ്. അതിൻ്റെ കൂടെ ഗിയറും കൂടെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടൈലോട്ടിട്ടെ. ഓക്കെ ഇല്ല, നമ്മളിപ്പോൾ 4th പോകുന്നത്. നമ്മൾ വണ്ടി സ്ലോ ആയി ജസ്റ്റ് തേർഡിലോട്ട് ഇടുക. അതിൽ വണ്ടി എടുത്ത് പോകുന്നില്ല വീണ്ടും 4th ഇടുക. മനസ്സിലായില്ലേ? ഓക്കെ നമ്മൾ റണ്ണിങ് വണ്ടി എടുക്കുന്ന സമയം വലിയ ചെങ്കുത്തായ കുത്തനുള്ള കയറ്റത്തിൽ മാത്രം ഫസ്റ്റ് മതി കേട്ടോ.